തോറ്റുപതിക്കുന്ന മനസ്സുകളെ കാണാതെ പോകുന്നത് ക്രൂരതയാണ്. ആ മനസ്സുകൾ തീർച്ചയായും ഏറെ സാന്ത്വനം ആഗ്രഹിക്കുന്നുണ്ടാവാം. അവയെ കൈവിടാതിരിക്കുവാനും ജേതാവിന് കഴിയണം. ശീർഷകം വിജയത്തിൻ്റെ പ്രഭാവിശേഷം. വിജയിക്കണം എന്ന് ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. ഓരോ വിജയവും ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങാൻ പ്രചോദിപ്പിക്കുന്ന ഒരു ചവിട്ടുപടിയാണെന്ന് എല്ലാവരും കാണുന്നു. ജയത്തിലേക്ക് എത്തിച്ചേരുന്നതിന് ഏറ്റവും യോഗ്യമായ വഴികൾ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടത്ര സാവകാശം ജയകാംക്ഷികളായ പലരും കാണിക്കുന്നില്ല എന്നത് തള്ളിക്കളയാനാകാത്ത ഒരു നിരീക്ഷണമത്രേ. എന്നാൽ ജയം ഒരു കുറ്റബോധത്തിന് കാരണമാകാതിരിക്കണം എന്ന കരുതൽ ഒരാളുടെ ജയാന്വേഷണോദ്യമങ്ങളിൽ ഉണ്ടായിരുന്നാൽ നിർദോഷവും ചരിതാർത്ഥ്യപ്രദവുമായ ജയമാകും അയാൾക്ക് പ്രാപ്തമാകുക. നിർദോഷമായ ജയം ആഗ്രഹിക്കുന്ന ഏതൊരാളും തൻ്റെ ശ്രമങ്ങളിൽ നിന്ന് നൈതികതയുടെ മൂല്യങ്ങൾ ചോർന്നു പോകാതിരിക്കാൻ കഴിയുന്നത്ര ശ്രദ്ധ പുലർത്തും. കൃത്യമായി പരിശോധിച്ചാൽ വിജയം ആത്യന്തികമായി ഒരു മത്സരത്തിൻ്റെ ഫലസ്ഥിതിയാണെന്നതല്ലേ യാഥാർത്ഥ്യം? വിജയം സ്വന്തമാക്കുന്നതിനുള്ള തന്ത്രാവിഷ്കരണങ്ങളിൽ മത്സരത്തിൻ്റെ അംശങ്ങൾ അന്തർഭവിക്കുന്നുണ്ട് എന്ന് സമ്മതിക്കാതെ നമുക്ക് നിവൃത്തിയില്ല. ഒരു വ്യക്തി എപ്പോഴും അവസരങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഇക്കാര്യത്തിൽ എല്ലാവരും ഭാഗഭാക്കുകളാണ് എന്നതുകൊണ്ട് തന്നെ എല്ലാ വിജയപ്രതീക്ഷകളും ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ മത്സര വഴിയേ തന്നെയാണെന്ന് പറയാം. എന്തുകൊണ്ടെന്നാൽ പ്രകൃതിയിലെ അനിഷേധ്യമായ ഒരു മൗലികത തന്നെയാണ് മത്സരം. പ്രകൃതിയിലെ മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവികളെല്ലാം തന്നെ അന്യോന്യം സദാ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. വായുവിനും വെള്ളത്തിനും ഭക്ഷണത്തിനും ഇണയ്ക്കും തുണയ്ക്കും സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും സ്നേഹത്തിനും സമാധാനത്തിനും അധികാരത്തിനും അവസരങ്ങൾക്കുമൊക്കെ വേണ്ടി എത്രയെത്ര മത്സരങ്ങളാണ്. മത്സരങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ജീവിതം അസാധ്യമാണെന്ന് തന്നെ കാണാം. ഇവിടെ പ്രത്യേകം പരാമർശിക്കപ്പെടേണ്ട ചില സ്ഥിതിവിശേഷങ്ങളുണ്ട്. അന്യോന്യം ക്ഷതപ്പെടുത്തുകയോ തകർക്കുകയോ ചെയ്യുന്ന നിലയിലേക്ക് പരിവർത്തിക്കപ്പെടുന്ന പ്രതീക്ഷയുടെ തീക്ഷ്ണയുക്തികൾ ഏറ്റുമുട്ടലുകളിലേക്കാവും വഴി തുറക്കുക. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. ഏറ്റുമുട്ടലുകളുടെ പരമകാഷ്ഠയാണ് യുദ്ധം. യുദ്ധം വിനാശകരവും ദുഃഖകരവുമാണ്. ഏറെ കെടുതികൾ ഇരുപക്ഷത്തും വരുത്തിയാവും യുദ്ധം സമാപിക്കുക. യുദ്ധത്തിനൊടുവിൽ ഒരു പക്ഷം ജയിക്കുകയും മറുപക്ഷം നിലംപരിശാകുകയും ചെയ്യും. പരാജിതപക്ഷത്തിൻ്റെ അവസ്ഥ അതിദയനീയമായിരിക്കും. സാമർഥ്യത്തിൻ്റെയോ സന്നാഹങ്ങളുടെയോ സഹായത്തോടെ വിജയിച്ച ആളിൻ്റെ പ്രൗഢി ഉത്തുംഗത്തിലും ആകും. ഇവിടെ ധാർമ്മികതയുടെ ഒരു വലിയ ന്യായവിചിന്തനം പ്രസക്തമാണ്. വിജയിയുടെ ജയത്തിനു വേണ്ടി പരാജിതൻ കൈവിട്ടതൊക്കെ അയാൾക്ക് എത്ര കണ്ട് വിലപ്പെട്ടവയായിരുന്നിരിക്കാം. ഇപ്രകാരമുള്ള ഒരു പരിശോധന വിജയിച്ച ആളുടെ കടമയാണ്. തൻ്റെ വിജയനിർമ്മിതിക്കിടെ പരാജിതൻ ഏറ്റുവാങ്ങിയ മുറിവുകളുടെ വിലയും വേദനയും പരിശോധിക്കുന്നതിനുള്ള ഒരു ന്യായവിചാര വിവേകം പ്രകടിപ്പിക്കുന്നതിന് നീതിമാനായ വിജയി സന്നദ്ധനാകുന്നത് അയാളോടുള്ള മതിപ്പും ആദരവും വർദ്ധിക്കുന്നതിന് വഴിയൊരുക്കും. ജേതാവിന് പരാജയപ്പെട്ട ആളിനോട് സഹാനുഭൂതി ഉണ്ടാകണം. വിജയികൾ അങ്ങനെയാകണം. അതാണ് വിജയത്തിൻ്റെ സുഖവും സൗന്ദര്യവും മൂല്യവും. ഒരാളുടെ വളർച്ചയ്ക്കും ഇങ്ങനെയുള്ള അർത്ഥതലങ്ങളുണ്ട്. സ്വന്തം വളർച്ചയിലും മറ്റുള്ള ചിലരുടെയൊക്കെ നഷ്ടങ്ങളും കെടുതികളും ഭാഗമായിട്ടുണ്ടെന്ന ബോധം വളർന്ന വ്യക്തിയുടെ മഹത്വമാണ്. വളർച്ചയിൽ അഹങ്കരിക്കുകയല്ല വേണ്ടത്. വളർച്ചയുടെ ഉത്തമ ലക്ഷണം വിനയം തന്നെയാണ്. അങ്ങനെയുള്ള വളർച്ച ആനന്ദകരവും അഭിമാനകരവുമായിരിക്കും. വിജയത്തിൻ്റെയും വളർച്ചയുടെയും പടവുകൾക്ക് ഇങ്ങനെയാണ് പ്രഭയേറുന്നത്.